1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കി അത് അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണെന്ന് നമുക്കറിയാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 1930 ജനുവരി 26-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മരണയ്ക്കായി ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാം എന്ന് പരിഗണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1949 നവംബർ 26-ന് ഭരണഘടന പൂർത്തിയാക്കിയെങ്കിലും ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-ലേക്ക് മാറ്റിയത്. അങ്ങനെയാണെങ്കിലും നവംബർ 26 നമ്മൾ ഭരണഘടന ദിനമായി ആചരിച്ചു വരുന്നു. കഴിഞ്ഞ ഒരു 60 വർഷക്കാലമായി ഇല്ലാത്തത്ര ഭരണഘടനാ സ്നേഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ദിവസം മുന്നേ നവംബർ 26-ന് ഭരണഘടനാ ദിനത്തിൻ്റെ അന്ന് എല്ലാ ആളുകളും അവരുടെ സ്റ്റാറ്റസിൽ ഭരണഘടനയുടെ ആമുഖം വെക്കുന്നു. വാട്സപ്പ് സ്റ്റാറ്റസിൽ ആമുഖമായി വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഭരണഘടനയുടെ ആമുഖം വെക്കുന്നു. ഭരണഘടനയെക്കുറിച്ചുള്ള വീഡിയോ വെക്കുന്നു. ഭരണഘടനയെക്കുറിച്ചുള്ള അംബേദ്കറിൻ്റെ വാചകങ്ങൾ, നെഹ്റുവിൻ്റെ വാചകങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. ഒരിക്കലും മതേതരത്വത്തെയോ ഭരണഘടനയോ ഒന്നും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ കരുതുന്ന കൂട്ടർ, തൊഴിലാളി വർഗ സർവാധിപത്യവും ഹുക്കുമത്ത് ഇലാഹി, അതായത് ദൈവരാജ്യവും ഒക്കെ സ്വപ്നം കണ്ട് നടന്ന ആളുകൾ വരെ ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഉറപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നു. മീഡിയ വണ്ണിലെ ദാവൂദ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം വരെ ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ത്യയുടെ ഒപ്പം രൂപം കൊണ്ട മറ്റ് മതരാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്തത്ര പ്രത്യേകത ഇന്ത്യക്ക് ഉണ്ടായത്, ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കാനുള്ള കാരണം ഭരണഘടനയുടെ മഹത്വമാണ് എന്നൊക്കെ ദാവൂദ് സാഹിബിന്റെ അടുപ്പുകൂട്ടി ചർച്ചയിൽ പറയുന്നത് കേട്ടു. ഇത്തരത്തിൽ എല്ലാ ആളുകളും, മതവിശ്വാസികളും ഭരണഘടനാ മൂല്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ വരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. പക്ഷെ ഈ ഒരു ഭരണഘടനാ സ്നേഹം തുടങ്ങിയത് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഭരണഘടനാ സ്നേഹം ആളുകൾക്ക് കൂടിയത്. ഇപ്പോൾ പൗരത്വ നിയമം വന്ന സമയത്ത് അപ്പോഴും എല്ലാവരും ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചത്. അതുപോലെയുള്ള ഓരോ നിയമങ്ങളും വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം രാജ്യത്ത് വരുമ്പോൾ എല്ലാവരും ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും ഭരണഘടനാപരമായ പ്രതിവിധികൾ തേടാനുമൊക്കെ ശ്രമിച്ചു തുടങ്ങിയത് ഈ NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഭരണഘടനയെക്കുറിച്ച് ഒരു ബോധവാന്മാരാക്കിയതിലും അവർക്ക് ഭരണഘടനയോടുള്ള അകൈതവമായ സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനും നരേന്ദ്രമോദി സർക്കാരും NDAയും ഒക്കെ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഭരണഘടനാ സ്നേഹം ഇനി അഥവാ മോഡി സർക്കാരൊക്കെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും കോൺഗ്രസോ മറ്റു പാർട്ടികളൊക്കെ ഇനി തിരിച്ച് ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണെങ്കിലും ഇന്ന് ഈ ഭരണഘടനയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതുപോലെ തന്നെ ഭരണഘടനയെ സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.